ഹലോ മച്ചാമാരെ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. അതിനൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ M05 മോഡലാണ്. നോക്കിയേ, സാംസങ് M05 മോഡല് FRP ആണ് ഈ സാധനം. അപ്പോൾ ഞാൻ ഇപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ സാധനമാണിത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് അൺലോക്ക് ടൂളിൽ സപ്പോർട്ടഡ് അല്ല, ഈ മോഡൽ സപ്പോർട്ടഡ് അല്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. സിമ്പിൾ മെത്തേഡ്സാണ്. അൺലോക്ക് ടൂൾ യൂസ് ചെയ്തവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ്, ഏതാണ് ഓപ്ഷൻ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓഡിയോ കേൾക്കുക, ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഓഡിയോയിൽ, എന്നാലും കേൾക്കുക, കറക്റ്റായിട്ട് ചെയ്താൽ FRP അൺലോക്ക് ആവും കേട്ടോ. എന്താ പേരാട്ട് ഓപ്പൺ ആവിടും ആണ് കൊടുത്താൽ ഓക്കെ, ഓപ്പണായി. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. മോഡൽസിൽ M05, അതായത് M055F ഒന്നും മോഡൽ സപ്പോർട്ടഡ് അല്ല. അതിൽ ലൈക്ക് ചെയ്ത് നോക്കാം. ഓപ്പണായി. സാംസങ്ങിൻ്റെ വിൻഡോ സെലക്ട് ചെയ്തു. ഇതിനകത്ത് സെർച്ച് വിൻഡോയ്ക്കകത്ത് നമുക്ക് M05 ഒന്നും കാണില്ല. M0 അടിച്ചപ്പോൾ A10, A10S, M01, M02, M02S വരെയൊക്കെ സപ്പോർട്ടഡാണ്. M05 സപ്പോർട്ടഡ് അല്ല. അതുപോലെ നമ്മൾ A05 അടിച്ചാൽ A05 സപ്പോർട്ടായി കാണിക്കുന്നുണ്ട്. M05 ഇല്ല. നമുക്കിത് MTK CPU ആണ്. MTK CPU ഉള്ള സാധനം നമുക്ക് ഡയറക്റ്റ് MTKയിലേക്ക് പോവുക. അൺലോക്കിംഗ് മെത്തേഡാണ് കേട്ടോ, നോക്കി വെച്ചോ. MTK വീഡിയോ സെക്ഷനിലേക്ക് പോവുക. ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ താഴത്തായിട്ട് ഒരു FRP അൺലോക്ക് ചെയ്യേണ്ട സാധനം കണ്ടോ, ഇറേസ് FRP, ഇതിലാണ്ട് ക്ലിക്ക് ചെയ്യുക. അതവിടെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇറേസിങ് FRP. ഫോണ് സ്വിച്ച് ഓഫ് ആക്കുക. എന്നിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഇതിനകത്ത് വോളിയം അപ്പും ഡൗണും ഇത് മാത്രം പ്രസ് ചെയ്താൽ മതി. അങ്ങനെ പ്രസ് ചെയ്യുക, കേബിൾ കണ്ട് കുത്തി കൊടുക്കുക. ഇതപ്പോൾ കുത്തി കൊടുക്കാൻ പോവുകയാണ്. കണക്ട് ചെയ്തു. കോം പോർട്ട് എടുത്തിട്ടുണ്ട്. FRP റേസിംഗ്. ഓക്കെ, ഡൺ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, താങ്ക് യു.